നമ്മുടെ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളിലും മഴ എങ്ങനെയാണെന്ന് നോക്കാം. ബുധൻ, ഇവിടെ ഒരു അന്തരീക്ഷവും ഇല്ല, അതുകൊണ്ട് മഴയില്ല. ശുക്രൻ, ഇവിടെ സൾഫുറിക് ആസിഡ് മഴ പെയ്യുന്നു. പക്ഷേ അത്യധികം ചൂട് കാരണം മഴ തറയിൽ എത്തുന്നതിന് മുമ്പേ ആവിയായി പോകുന്നു. ഭൂമി, ജലം ദ്രവരൂപത്തിൽ പെയ്യുന്ന ഏക ഗ്രഹം. നമുക്ക് പരിചിതമായ വെള്ളമഴ ഇവിടെ മാത്രമാണ്. ചൊവ്വ, ഇവിടെ അന്തരീക്ഷം വളരെ ദുർബലമാണ്. അതിനാൽ ദ്രവമഴ ഇല്ല, പക്ഷേ ആസ് മഞ്ഞും കാർബൺ ഡയോക്സൈഡ് മഞ്ഞും ഉണ്ടാകും. വ്യാഴം, ഇതിന് ഒരു ഉറച്ച ഉപരിതലം ഇല്ല, ഗ്രഹത്തിന്റെ ആഴത്തിൽ ഹീലിയം മഴ പെയ്യുന്നു. ചിലപ്പോൾ ഡയമണ്ട് മഴയും ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ശനി, ഇവിടെ ഗ്രഹത്തിന്റെ ഉള്ളിലായി ഡയമണ്ട് മഴ പെയ്യുന്നു. അമിതമായ മർദ്ദം മൂലം കാർബൺ ഡയമണ്ടായി മാറുന്നു. യുറാനസ്, അതിബലപ്പെട്ട മർദ്ദം കാരണം ഡയമണ്ട് മഴ പെയ്യുന്ന മറ്റൊരു ഗ്രഹം. നെപ്റ്റ്യൂൺ, ഡയമണ്ട് മഴ ഏറ്റവും ശക്തമായി ഉണ്ടാകാൻ സാധ്യതയുള്ളത് വർണ്ണനിലാണ്. അതിനു പുറമെ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൽ മീഥൻ മഴ പെയ്യും. നദികളും തടാകങ്ങളും പോലും മീഥെയ്നിൽ തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ സൗരയൂഥത്തിൽ ഓരോ ഗ്രഹത്തിനും തനതായ മഴ ഉണ്ട്.